മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാലക്ഷ്മിയും കണ്ണനും അതുപോലെ അവരെ സ്നേഹിക്കുന്നവരും ഹൃദയം തകർന്ന് കരയുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ജാനമ്മ സൗകര്യം ഒരുക്കി കൊടുത്തതുപോലെ തന്നെ ആ ഒട്ടുപാല് വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മളുടെ മഹാലക്ഷ്മി ജാനമ്മയ്ക്ക് വിളിക്കുന്നത്. ജാനമ്മ ഫോൺ എടുത്തതും ഇത് ജാനമ്മ ഞങ്ങളിന്ന് ആസ്പത്രിയിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടെ എല്ലാ ബില്ലും ഞങ്ങൾ തീർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ജാനമ്മയുടെ മരുമോളെ അവിടെ വെച്ച് കണ്ടിരുന്നു, അവരുടെ കയ്യിൽ കുറച്ച് പൈസയും കൊടുത്തിട്ടാണ് വന്നതെന്ന് പറയുമ്പം ഈ ജാനമ്മയ്ക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റണില്ല. ഫോൺ വെച്ചതും ജാനമ്മ നിന്ന് കരയാണ്. ഞാനിനി ആ മക്കളോട് എന്ത് പറയും, ആ അമ്മേനെയും അച്ഛനെയും ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും, ആ ദുഷ്ടൻ ആ കുഞ്ഞിനെ എന്ത് ചെയ്ത് കാണുമോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പൊട്ടിക്കരയണ സമയത്താണ് ലേഖ കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്നത്. ജാനമ്മയുടെ കരച്ചിൽ കണ്ടതും ലേഖ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ജാനമ്മയെ കരയണേ, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം ഈ ജാനമ്മ പറയുന്നുണ്ട്, അത് മോളെ കുഞ്ഞിനെ കാണുന്നില്ല എന്ന്. അത് കേട്ടതും ലേഖ ചോദിക്കുന്നുണ്ട്, ജാനമ്മ എന്താ പറയണേ, മോളെ കാണുന്നില്ല എന്നോ, മോളല്ലേ ഇപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്, ജാനമ്മയോട് ഞാൻ മോളെ നോക്കിക്കോളണം എന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അതേ മോളെ എന്നെ കുഞ്ഞിനെ നോക്കാൻ ഏൽപ്പിച്ചതാണ്, പക്ഷേ ഞാൻ അടുക്കള വരെ പോയിട്ട് തിരിച്ചു വന്നപ്പം തൊട്ടിലിൽ മോളില്ല എന്ന്. അത് കേട്ടതും ലേഖ പറയുന്നുണ്ട്, ജാനമ്മ എന്തൊക്കെയാണ് പറയണത്, മോളെ പ്രത്യേകം നോക്കണമെന്ന് പറഞ്ഞിട്ട് ജാനമ്മ നോക്കാണ്ടിരുന്ന എന്താ ജാനമ്മയെന്ന് ചോദിക്കുമ്പം അതല്ലേ മോളെ, ഞാനിപ്പോൾ ഇങ്ങോട്ട് മാറിയുള്ളൂ, അത് കഴിഞ്ഞ് നോക്കുമ്പോൾ മോളെ കാണുന്നില്ല എന്ന്. ആ സമയത്ത് ലേഖയാണെങ്കിൽ ഇങ്ങനെ എൻ്റെ മോളെ ഇവിടെ പോയി എന്ന് പറഞ്ഞ് വാവിട്ട് കരയുന്നുണ്ട്. ജാനമ്മയും സങ്കടം സഹിക്കാൻ പറ്റാണ്ട് കിടന്ന് കരയുന്നുണ്ട്. ജാനമ്മയ്ക്കൊരു കുറ്റബോധവും കൂടി ഉണ്ട്, താൻ കാരണമുള്ള ആ കുഞ്ഞിനെ കാണാതായത്. അതുമാത്രമാണോ താൻ എത്ര വലിയ ദ്രോഹം ആ കുഞ്ഞിനോട് ചെയ്തത്, എന്നിട്ടും അതിൻ്റെ അച്ഛനും അമ്മയും എന്നെ സഹായിക്കുമല്ലേ ചെയ്തതെന്നൊക്കെ ഓർത്ത് അവരും ഇങ്ങനെ കരയുമ്പം ലേഖയ്ക്ക് അവർ കരയണതിൻ്റെ കാരണം വേറെയാണെന്നൊന്നും മനസ്സിലാവണില്ല. ലേഖ എന്നിട്ട് അനന്തുവിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. അനന്തു എന്താ ലേഖ നീ കരയണേ എന്തിനാന്ന് ചോദിച്ചതും അനന്തു ഏട്ടാ മോളെ കാണുന്നില്ല എന്ന് പറയണം. അന്നേരം അനന്തു ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ലേഖയെ പറയണേ, മോളെ കാണുന്നില്ല എന്നോ, മോളെ എവിടെ പോകാനോ എന്ന് ചോദിക്കുമ്പം മോളെ ഇവിടെ കാണുന്നില്ല അനന്തുവേട്ടാ, ഞാൻ കുളിക്കാൻ കയറിയതായിരുന്നു, ജാനമ്മേനോട് നോക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത്, ഇറങ്ങി വന്നപ്പോൾ മോളെ കാണുന്നില്ല, ജാനമ്മ അവിടെ നിന്ന് കരയണേ കണ്ടേന്ന്. അന്നേരം അനന്തു പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ലേഖയെ വന്നേ, നമുക്ക് എല്ലായിടത്തും നോക്കാമെന്നും പറഞ്ഞ് അനന്തുവൊക്കെ അവിടെ നോക്കുമ്പോഴൊന്നും കുഞ്ഞിനെ കാണുന്നില്ല. പിന്നീട് അനന്ത് പറയുന്നുണ്ട്, എന്നാലും ഇത് വലിയ ചതിയായി പോയല്ലോ, ഇത് നമ്മളെങ്ങനെ കണ്ണനോടും മഹാലക്ഷ്മിയോടും പറയും, അവരെങ്ങനെ ഇത് സഹിക്കും, എന്തായാലും ഞാനിപ്പോൾ തന്നെ മാർക്കോയെ വിളിച്ച് വിവരം പറയാമെന്ന്. അതേസമയം നമ്മളുടെ തോമസ് ഡോക്ടറിൻ്റെ അടുത്ത് മാർക്കോ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് മാർക്കോയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. ഫോൺ എടുത്ത് നോക്കിയതും അനന്ത് സാറല്ലേ വിളിക്കണേന്നും പറഞ്ഞ് മാർക്കോ വേഗം തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് എന്താ സാറേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചതും ഉവ്വ മാർക്കോ ഒരു പ്രശ്നമുണ്ട്, കണ്ണൻ്റെയും മഹിയുടെയും കുഞ്ഞിനെ ഇവിടെ കാണുന്നില്ല എന്ന്. അത് കേട്ടതും മാർക്കോ ചോദിക്കുന്നുണ്ട്, കുഞ്ഞിനെ കാണുന്നില്ല എന്നോ, ആ കുഞ്ഞ് എവിടെ പോകാനാ, വീട്ടിലില്ലാതെ നടക്കണ കുഞ്ഞൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പം അത് തന്നെ മാർക്കോ ഞാൻ പറഞ്ഞത്, ലേഖ കുളിക്കാൻ പോയപ്പം കുഞ്ഞിനെ ജാനമ്മയെ ഏൽപ്പിച്ചിട്ട് പോയതാണ്, ജാനമ്മ അടുക്കളയിലേക്ക് പോയ സമയത്ത് ആരോ വന്ന് കുഞ്ഞിനെ എടുത്തിട്ട് പോയി, കുഞ്ഞിനെ ഇവിടെ കാണുന്നില്ല, ഇത് കണ്ണൻ സാർ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പം കണ്ണനും മഹിയും ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല, മാർക്കോ എത്രയും പെട്ടെന്ന് നമുക്ക് മോളെ കണ്ടെത്തണം മാർക്കോ എന്ന്. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, ഞാൻ ഇപ്പം തന്നെ വരാമെന്ന്. അങ്ങനെ കോള് കട്ട് ചെയ്തതും മാർക്കോ വിവരങ്ങളെല്ലാം തോമസ് ഡോക്ടറോട് പറയുമ്പോൾ തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, മാർക്കോ നീ വേഗം ചെല്ല്, എന്തായാലും ആ പ്രതാപനോ വാമദേവനോ ഇതിൽ പങ്കുണ്ടാവും, അവരറിയാതെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല, എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കണ്ടുപിടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് തോമസ് ഡോക്ടർ മാർക്കോയെ പറഞ്ഞു വിടുന്നുണ്ട്. മാർക്കോയാണെങ്കിൽ പോണ വഴിക്ക് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കുഞ്ഞിനെ കടത്തിക്കൊണ്ട് പോയത് ആരാണെങ്കിലും അവന്മാരെയൊന്നും ഞാൻ വെറുതെ വിടാൻ പോണില്ല, പ്രതാപ നീയാണെങ്കിൽ നീ ഇതിനെ അനുഭവിക്കൂടാന്നും പറഞ്ഞുകൊണ്ടാണ് പോണത്. പിന്നീട് ലേഖയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. മുറ്റത്തിറങ്ങിയിട്ട് നീലമോളെന്നും വിളിച്ച് കരയണ സമയത്ത് അനന്തു വന്നിട്ട് പറയുന്നുണ്ട്, ലേഖ നീ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കല്ലേ, കുഞ്ഞിനെ നമുക്ക് കണ്ടെത്താന്ന് പറയുമ്പോൾ ലേഖ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ ബഹളം വയ്ക്കാതെ ഇരിക്കും അനന്തുവേട്ട, അവരെന്നെ വിശ്വസിച്ചല്ലേ മോളെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയത്, എന്നിട്ടിപ്പോൾ മോളെ കാണുന്നില്ല, ഇതിലും ഭേദം ഞാൻ മരിക്കണേയായിരുന്നു നല്ലതെന്നും പറഞ്ഞ് ഈ ലേഖയാണെങ്കിൽ വാവിട്ട് കരയാണ്. ആ സമയത്ത് ഇതൊക്കെ കണ്ടിട്ട് ജാനമ്മയ്ക്കാണെങ്കിൽ സഹിക്കാൻ പറ്റണില്ല. ജാനമ്മ മനസ്സിൽ പറയുന്നുണ്ട്, എന്തിനാ എൻ്റെ ഭഗവാനെ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ, ആ കുഞ്ഞിനെ അയാൾ എന്ത് ചെയ്ത് കാണുമോ, ആ ദുഷ്ടൻ ആ കുഞ്ഞിനെ കൊന്നു കാണുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഭഗവാനോട് മാപ്പ് പറയുന്നുണ്ട്. പിന്നീട് നമ്മളുടെ അനന്തു ആണെങ്കിൽ മഞ്ജുവിനെ വിളിച്ചിട്ട് വിവരം പറയുന്നുണ്ട്. അത് കേട്ടതും മഞ്ജു ആണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. സമയത്ത് മഞ്ജുവിൻ്റെ അടുത്ത് നിൽക്കുന്ന ദുർഗ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ, ആരാ വിളിച്ചതെന്ന് ചോദിക്കുമ്പം അനന്തുവേട്ടനെ അമ്മയെ വിളിച്ച് നീലമോളെ കാണുന്നില്ല എന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, മോൾക്ക് എന്ത് പറ്റി, മോളെ ആരോ കൊണ്ടുപോയി എന്ന് ചോദിക്കുമ്പം അതൊന്നും അറിയില്ല അമ്മേ, മോളെ ആരോ അവിടെ നിന്ന് എടുത്തിട്ട് പോയി, ആരാന്ന് അറിയില്ല എന്ന് പറയുമ്പം ഇത് കേട്ടുകൊണ്ട് നമ്മളുടെ കരുണ അങ്ങോട്ട് വരുന്നുണ്ട്.
കരുണയുടെ മുഖത്താണെങ്കിൽ അപ്പോൾ നല്ല സന്തോഷമാണ്. ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു. ഈ ഓണത്തിനെങ്കിലും ആ മഹാലക്ഷ്മിയുടെ കണ്ണീര് എനിക്ക് കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് മുഖത്ത് സന്തോഷമായിട്ട് നിൽക്കുമ്പം ഈ മഞ്ജു കരുണയെ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ മഞ്ജുവിന് കരുണയുടെ പാവം കാണുമ്പോൾ സംശയം തോന്നുന്നുണ്ട്. അന്നേരം ദുർഗ ചോദിക്കുന്നുണ്ട്, എന്നാലും മോളെ ആരായിരിക്കും കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അതൊന്നും അറിയില്ല. എന്തായാലും ആ പ്രതാപനും ഈ കരുണയും ആ വാമദേവനും അറിയാതെ ഒന്നും നടക്കില്ല. കണ്ണേട്ടനോടും ഏടത്തിയോടും കുഞ്ഞിനോടും ശത്രുത ഉള്ളത് ഇവർക്കൊക്കെ അല്ലേ എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ പ്രതാപനെ ഒന്നും ഇനി ജീവനോടെ വിടരുത്, ആ മാർക്കോയോട് പറയണം എന്നൊക്കെ പറയുമ്പോൾ ഈ മഞ്ജു പറയുന്നുണ്ട്, ഇപ്പം അതല്ലല്ലോ അമ്മയെ കാര്യം, മോളെ കണ്ടുപിടിക്കണം, അതിനെന്താ വേണ്ടതെന്ന് ആലോചിക്കണം. അപ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും വിവരം അറിഞ്ഞു എന്ന് ചോദിച്ചതും മഞ്ജു പറയുന്നുണ്ട്, ഇല്ല അമ്മേ, രണ്ടുപേരും വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അനന്തേട്ടനും ലേഖേച്ചിയും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. മാർക്കോയോടും വിവരം പറഞ്ഞിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് പോലീസിൽ വിവരം കൊടുക്കണമെന്ന്. ഇതേ സമയത്ത് നമ്മളുടെ ഒട്ടുവാലാണെങ്കിൽ ഒരു കാറിലേക്ക് കുഞ്ഞുമായിട്ട് കയറുന്നുണ്ട്. കാറിൽ കയറിയതും പ്രതാപനെ വിളിക്കുന്നുണ്ട്. പ്രതാപൻ ഫോൺ എടുത്തതും എന്തായിടാ കുഞ്ഞിനെ കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ ഉവ്വ സാറേ, ഇത്തവണ കാര്യം നടന്നു, കുഞ്ഞെൻ്റെ കയ്യിലുണ്ടെന്ന്. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, എനിക്കതൊന്നും വിശ്വാസമില്ല, നീ ഒന്ന് വീഡിയോ കോൾ ചെയ്തേന്ന്. അങ്ങനെ ഈ ഒട്ടുവാലാണ് ഈ വീഡിയോ കോൾ ചെയ്ത് കുഞ്ഞു മടിയിലിരിക്കുന്ന ആ ഒരു കാഴ്ച പ്രതാപനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടതും പ്രതാപനാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നീ ആ കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞിട്ട് ഇങ്ങോട്ട് വാ, നിനക്ക് തരാനുള്ള പൈസ ഞാൻ തരാം, എന്നിട്ട് ഇവിടുന്ന് കുറച്ച് നാളത്തേക്ക് നീ അങ്ങോട്ടെങ്കിലും മാറി നിന്നോന്ന്. അന്നേരം ഒട്ടുവാല് പറയുന്നുണ്ട്, ഞാൻ വന്നുകൊണ്ടിരിക്കുമോ സാറേ എന്ന്. അങ്ങനെ പ്രതാപൻ ഫോൺ വെച്ചതും പ്രതാപൻ്റെ അമ്മയോട് എന്ന് പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടന്നമ്മേ, എത്ര നാളായി ആ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കണ്ണീര് കാണാൻ നമ്മൾ നടക്കണോ, ഈ പ്രാവശ്യം അത് നടക്കും. ഈ ഓണത്തിന് കണ്ണനും മഹാലക്ഷ്മിയും കരയുമ്പോൾ നമ്മുടെ മോള് ചിരിക്കുമെന്ന്. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇപ്പോഴാടാ എനിക്കൊരു സമാധാനമായത്, ഇത്രയും ദിവസം ഞാൻ പേടിച്ചാൽ നിന്നത്, ഇനി എൻ്റെ മോള് സഹിക്കാൻ പറ്റാതെ വല്ല ആത്മഹത്യയും ചെയ്യുമെന്ന് ഓർത്ത്. ഇനിയിപ്പോൾ നമ്മളുടെ മോൾക്ക് സന്തോഷമായല്ലോ, ഇനി കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല എന്ന്. പിന്നീട് പ്രതാപൻ ഫോണെടുത്ത് കരുണയ്ക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ കരുണ ഫോൺ എടുത്തതും സന്തോഷമായി അച്ഛാന്ന് പറയുന്നു. ആ സമയം പ്രതാപൻ ചോദിക്കുന്നുണ്ട്, മോള് കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് ചോദിച്ചതും ഉവ്വ അച്ഛാ, ഇവിടെ ആ അനന്ത് വിളിച്ച് മഞ്ജുവിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു, ഇവിടെ മഞ്ജു അമ്മയൊക്കെ ഭയങ്കര കരച്ചിലാണ്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, ഇപ്പോൾ മോൾക്ക് സന്തോഷമായില്ലേ, ഞാൻ മോൾക്ക് വാക്ക് തന്നതല്ലേ, ജയിലിലേക്ക് പോണതിന് മുമ്പായിട്ട് മോളുടെ മുഖത്തൊരു പുഞ്ചിരി വരുത്തൂന്ന്. ഈ ഓണം മഹാലക്ഷ്മിക്കും കണ്ണനും കണ്ണീരിൻ്റെ ആണെങ്കിൽ മോൾക്കത് സന്തോഷത്തിൻ്റെ ആയിരിക്കും. ആ സമയം കരുണ പറയുന്നുണ്ട്, എന്നാലും അച്ഛൻ വാക്ക് പാലിച്ചല്ലോ, എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മാർക്കോയാണെങ്കിൽ അനന്തുവിൻ്റെ വീട്ടിലേക്ക് വരാണ്. അനന്തുവിനെ കണ്ടതും മാർക്കോ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ശരിക്കും സംഭവിച്ച അനന്ത് സാറേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ലടാ, എന്തായാലും ലേഖ കുളിക്കാൻ കയറിയപ്പം ജാനമ്മയെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടാണ് കുളിക്കാൻ പോയത്. തിരിച്ചു വന്നപ്പം ജാനമ്മ ഇവിടെ നിന്ന് കരയണതാണ് ലേഖ കണ്ടത്, കുഞ്ഞിനെ കാണില്ല എന്നും പറഞ്ഞ് ജാനമ്മ കരയുമായിരുന്നു. അന്നേരം മാർക്കോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കുഞ്ഞിനെ ഇവിടെ കിടത്തിയിട്ട് എവിടെയാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങും പോയില്ല മോനെ, ഞാൻ അടുക്കളയിൽ പോയിട്ട് തിരികെ വന്നപ്പോൾ മോളെ കണ്ടില്ല എന്ന്. അന്നേരം മാർക്കോ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് വാതിലൊക്കെ തുറന്നിട്ടിട്ടാണ് നിങ്ങൾ അടുക്കളയിൽ പോയതെന്ന് ചോദിക്കുമ്പോൾ സാധാരണ വാതിലൊക്കെ എപ്പോഴും തുറന്നിടണതല്ലേ, അതുപോലെ തുറന്നിട്ടുള്ളൂ, സമയം കൊണ്ട് ഇവിടെ വന്ന ആരാ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയത്. എന്തായാലും ഇതിൻ്റെ പിന്നിൽ ആ പ്രതാപനും പ്രതാപൻ്റെ മോളും ആ വാമദേവനും അവളും വേറെ ആരും ആയിരിക്കില്ല. എന്തായാലും ഞാൻ ആ പ്രതാപനെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് മാർക്കോ വേഗം തന്നെ പ്രതാപനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് ഈ ഒട്ടുപാലാണെങ്കിൽ വെപ്രാളത്തോടു കൂടിയാണ് കാറിലിരിക്കുന്നത്. കാർ ഡ്രൈവറോട് പറയുന്നുണ്ട്, കുറച്ച് സ്പീഡിൽ വിടുക, എത്രയും പെട്ടെന്ന് കാര്യം നടത്തിയിട്ട് പൈസയും മേടിച്ച് എനിക്ക് പോകാനുള്ളതെന്നും പറഞ്ഞ് ധൃതി പിടിക്കുന്നുണ്ട്. ആ സമയത്ത് നീലമോള് കണ്ണു തുറന്ന് ഈ ഒട്ടുപാലിൻ്റെ നേരെ നോക്കുന്നുണ്ട്. അതേസമയം ഒട്ടുപാല് കുഞ്ഞിൻ്റെ നേരെ നോക്കുമ്പം കുഞ്ഞാണെങ്കിൽ ഒട്ടുപാലിൻ്റെ നേരെ നോക്കി ചിരിക്കണ കാണുമ്പം അയാൾ വിചാരിക്കുന്നുണ്ട്, ഈ കുഞ്ഞിനെന്താ ഒരു കുഴപ്പമില്ലേ, സാധാരണ കുഞ്ഞുങ്ങൾ ആൾ മാറി കണ്ടാൽ കരയണതാണല്ലോ, ഈ കുഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കണില്ലല്ലോ എന്ന് വിചാരിക്കുമ്പം നന്നായിട്ട് തന്നെ നീലമോള് ചിരിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടതും ഒട്ടുപാലിന് വീണ്ടും അത്ഭുതമാവുന്നുണ്ട്. അങ്ങനെ പോണ കാറ് പെട്ടെന്ന് തന്നെ നിന്നു പോകുന്നുണ്ട്. അന്നേരം ഒട്ടുപാല് ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയിടാ നീ നിന്നെ കാറ് നിർത്തിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല സാറേ, കാറ് നിന്ന് പോയി, ഒരുപാട് പ്രാവശ്യം അയാൾ സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ടും കാറ് സ്റ്റാർട്ടാവണില്ല. എന്നിട്ട് ഒട്ടുപാല് പറയുന്നുണ്ട്, നീ ഒന്ന് സ്റ്റാർട്ടാക്കാൻ നോക്കടാന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് നോക്കി സാറേ, കാറ് സ്റ്റാർട്ടാവണില്ല, ഒരു കാര്യം ചെയ്യുക, സാറ് ഇവിടെ ഇറങ്ങിക്കോ, വേറെ ഏതെങ്കിലും വണ്ടി വിളിച്ച് പോയിക്കോ എന്ന്. അങ്ങനെ ഒട്ടുപാലാണെങ്കിൽ പേടിച്ച് കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കുഞ്ഞുമായിട്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ലേഖേനെയാണ്. ലേഖയാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ കിടന്ന് കരയാണ്. അന്നേരം അനന്ത് പറയുന്നുണ്ട്, ലേഖ നീ ഒന്ന് സമാധാനപ്പെടുക, കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് പറയുമ്പോൾ ലേഖ ചോദിക്കുന്നുണ്ട്, മഹിയോടും കണ്ണേട്ടനോടും ഞാൻ എന്തു പറയും അനന്തുവേട്ട, എന്നെ വിശ്വസിച്ചല്ലേ അവർ ആ മോളെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയത്, അവരുടെ മോളെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയല്ലേ നോക്കിക്കൊണ്ടിരുന്നത്, എന്നിട്ടും എനിക്ക് അബദ്ധം പറ്റിയല്ലോ, ഈ ജാനമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയതേ മണ്ടത്തരമായി പോയി എന്ന് പറയുമ്പം ജാനമ്മയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. എന്നിട്ട് ജാനമ്മ പറയുന്നുണ്ട്, മോളെ എന്നോട് ക്ഷമിക്കുക, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി മോളെ എന്ന്. ആ സമയം
അനന്ത് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ പരസ്പരം പഴി ചാരിക്കൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല, എത്രയും പെട്ടെന്ന് മോളെ കണ്ടെത്താൻ നോക്കണം. കണ്ണനും മഹിയും തിരികെ എത്തുന്നതിന് മുമ്പ് നമുക്ക് നീലമോളെ തിരികെ കൊണ്ടുവരണമെന്ന്. ഇതേ സമയം നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ ലേഖയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ലേഖ ഫോൺ എടുത്തതും മഹിയ വിളിക്കണേ, ഞാൻ ഫോൺ എടുക്കൂല അനന്തുവട്ടാ, ഞാൻ എന്ത് പറയാനാന്നും പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെടുമ്പം അനന്ത് പറയുന്നുണ്ട്, നീ ഫോൺ എടുത്തില്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് കരുതി മഹി ഇപ്പം തന്നെ ഇങ്ങോട്ട് വരും, കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞാൽ മഹിയൊക്കെ തകർന്നു പോകും, അതുകൊണ്ട് നീ ഫോൺ എടുത്ത് മഹിയോട് സംസാരിക്കുന്നു. അങ്ങനെ ലേഖ ഫോൺ എടുത്ത് മഹാലക്ഷ്മിയോട്, എന്താ മഹി വിളിച്ചത് എന്തിനാന്ന് ചോദിച്ചതും, ഞാൻ മോൾ എന്തെടുക്കുകയെന്നറിയാൻ വേണ്ടി വിളിച്ചതാ, മോൾ ഉറങ്ങുവാണോ എന്ന് ചോദിച്ചതും ലേഖ പറയുന്നുണ്ട്, അതേ മഹി, മോള് നല്ല ഉറക്ക, രാവിലെ കുളിപ്പിച്ച് കിടത്തിയിട്ട് മോള് പിന്നെ എഴുന്നേറ്റിട്ടില്ല. അത് കുഴപ്പമില്ല ലേഖ, എഴുന്നേക്കാനുള്ള സമയം ആവണല്ലേ ഉള്ളൂ, മോള് കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്നും പറഞ്ഞ് മഹാലക്ഷ്മി ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഞ്ജുവിനെയും ദുർഗേനെയാണ്. മഞ്ജുവും ദുർഗയും പൂജാമുറി കയറി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നീലമോൾക്ക് ഒന്നും വരുത്തല്ലേ ഭഗവാനെ, എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് തിരിച്ചു തന്നെയെന്നും പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ദുർഗ അവിടെ ഇരുന്ന് കരയുമ്പം മഞ്ജു പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതാ കണ്ണേട്ടനോട് മോളെയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ടാന്ന്, ഇവിടെ ഉണ്ടല്ലോ ആ കരുണ, അവളും അവളുടെ അച്ഛനും ചേർന്നായിരിക്കും മോളെ അബദ്ധപ്പെടുത്തിയത്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, എനിക്കും ആ സംശയമുണ്ട് മോളെ, അവൾ ആ പ്രതാപൻ്റെ മോളല്ലേ, മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും കണ്ണീര് കാണണം എന്നുള്ള ആഗ്രഹം മാത്രമേ അവൾക്കുള്ളൂ എന്ന്. ആ സമയത്ത് കരുണ അങ്ങോട്ട് വരുന്നുണ്ട്. കരുണ വന്നിട്ട് മഞ്ജുവിനോടും ദുർഗേനോടും ആയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയ കണ്ണേട്ടൻ്റെ കൊച്ചിന് എന്നാ പറ്റിയെന്ന് ചോദിക്കുമ്പം, നിനക്കൊന്നും അറിയില്ലേടി, നിൻ്റെ അച്ഛനും നീയും ചേർന്നല്ലേടി കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയെന്ന് ചോദിച്ചതും കരുണ പറയുന്നുണ്ട്, നിങ്ങളെന്താ എന്നെ പറയണേ, ഞാൻ എന്ത് ചെയ്തു എന്നാ പറയണേ, ഞാനിവിടെ അല്ലായിരുന്നോ, ഞാനിങ്ങനെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകണമെന്ന് ചോദിച്ചതും ഈ മഞ്ജു ആണെങ്കിൽ കരുണയുടെ ചെകിട് നോക്കി ഒരെണ്ണം അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മോഹിനിനെയാണ്. മോഹിനി വിവരം അറിഞ്ഞതും അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പം പ്രതാപൻ ചോദിക്കുന്നുണ്ട്, നീ ഇത് അങ്ങോട്ടാടി പോണേന്ന് ചോദിക്കുമ്പം, മോളുടെ കുഞ്ഞിനെ കാണാനില്ല, അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോണേന്ന് പറയുമ്പം പ്രതാപൻ മനസ്സിൽ പറയുന്നുണ്ട്, നീ ഇനിയിപ്പോൾ എത്ര പ്രാർത്ഥിച്ചാലും മോളുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടാനൊന്നും പോണില്ല എന്ന്. അന്നേരം പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, അതിന് കുഞ്ഞിനെ കാണാതായതിന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് എന്താടി കാര്യം, പോലീസിൽ പരാതി കൊടുക്കുമല്ലേ വേണ്ടതെന്ന് ചോദിക്കുമ്പം, ആദ്യം ഞാൻ അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ, ദൈവങ്ങളല്ലേ എല്ലാം തീരുമാനിക്കണേന്നും പറഞ്ഞ് മോഹിനി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മോഹിനി അമ്പലത്തിൽ വരുമ്പം ആ സിദ്ധയായ അമ്മ അവിടെ ഇരിക്കണ കാണുന്നുണ്ട്. മോഹിനിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് വരുമ്പം അമ്മ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ, മോളെന്തിനാ കരയണേന്ന് ചോദിച്ചതും ലക്ഷ്മി മോളുടെ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറയണു. അത് കേട്ടതും സിദ്ധയായ അമ്മ പറയുന്നുണ്ട്, മോള് സമാധാനപ്പെട്ടോ, കുഞ്ഞിന് ഒരാപത്തും വരില്ല, അധികം വൈകാതെ തന്നെ കുഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു വരുമെന്ന്. അന്നേരം മോഹിനി പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയായി പറയണേ, മോളെ എങ്ങനെയാണ് തിരിച്ചു വരുമെന്നാണ് പറയണേന്ന് ചോദിക്കുമ്പോൾ, മോളെ കൊണ്ടുപോയവർ തന്നെ മോളെ വീട്ടിൽ കൊണ്ടുവന്ന് തിരിച്ചു വിട്ടിട്ട് പോയിക്കോളുന്നു. അത് കേട്ടതും മോഹിനിയാണെങ്കിൽ സമാധാനത്തോടുകൂടി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.